ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ തോട് മുഴുവൻ നിറഞ്ഞു കിടക്കുക. ഇന്നലെ വരെ തോട്ടിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് നിറഞ്ഞതാണ് ഈ തോട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മഴ പ്രാന്തളകി പെയ്ത പോലെയായിരുന്നു. മഴ മാത്രമല്ല, നല്ല ഇടി മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു യുദ്ധം തന്നെയെന്ന് പറയാം, മഴയും ഇടിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ നേരം വെളുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രഭാതം തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുത്ത ഒരു എന്താ പറയുക, മഴ പെയ്ത് മാനം തെളിഞ്ഞു നിൽക്കണ ഒരു പ്രഭാതം. അങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് ചൂടിന് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷ കിട്ടി നമുക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിൽക്കണ അരിനെല്ലിക്കാണത്. അതിന്മേൽ നിറച്ച് അരിനെല്ലിക്ക പൂത്തുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ പൊട്ടിച്ച് തിന്നാനാണ് തോന്നുന്നത്. പക്ഷെ വലുതായിട്ടില്ല, ചെറിയൊരു കുഞ്ഞ് ഇതായിട്ട് നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വഴി അതൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അനിയത്തിയുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കണ്ടതാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിഷുവിനൊന്നും ഇങ്ങനെ കണിക്കൊന്ന കിട്ടിയിട്ടില്ല. ഞങ്ങളവിടെ മരത്തിലൊന്നും അങ്ങനെ കണിക്കൊന്ന ഉണ്ടായില്ല കേട്ടോ. 1-2 ഉണ്ടായിട്ടുള്ളത്. വിഷുവൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കണിക്കൊന്നയൊക്കെ നന്നായി പൂക്കണേ. അങ്ങനെ അവൾക്കൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടാണ് അവളുടെ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് അമ്മ മാങ്ങ ഉപ്പിട്ടിട്ട് ഉണക്കാൻ വെച്ചേക്കുക. കയ്യിൽ നിന്ന് കുറച്ചൊക്കെ വരുത്തുന്നു. അതുപോലെ മിളകും ഒക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയത്. ഇനി എൻ്റെ പിള്ളേർക്ക് ബാഗും സാധനങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങൾ പാവത്തിലൊരു കടയിൽ കയറി. അങ്ങനെ ഞങ്ങൾ ബാഗ് നോക്കാൻ പോയി. ബാഗ് നെറൂട്ടോൻ്റെ ബാഗ് തന്നെ വേണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തപ്പിയപ്പോൾ അവിടെയൊന്നും നെറൂട്ടോൻ്റെ ബാഗില്ല. കുറേ ഞങ്ങൾ തപ്പി, അവിടെ ബാഗ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവർക്ക് വേറെ ബാഗൊന്നും വേണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു, കുറേ നല്ല ബാഗുകളൊക്കെ ഉണ്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ട, നെറൂട്ടോൻ്റെ ബാഗ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്നാൽ ബാക്കി ഐറ്റംസുകളൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്നാൽ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുപ്പികളും വാട്ടർ ബോട്ടിൽസൊക്കെ കാണാം. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നിയിട്ടാ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ തരം കുപ്പികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ സാധാരണ അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിൽ തന്നെയാണ് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇതിപ്പോൾ ഓരോ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ വെറൈറ്റി സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കായിട്ട് അവരിറക്കണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനതിൽ നിന്ന് അവർക്ക് സ്റ്റീലിൻ്റെ 2 ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ അവർക്ക് ബോക്സും പെൻസില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ അടുത്ത സെക്ഷനിലേക്ക് പോയി. കാറിൻ്റെ ബോക്സാണ് വാങ്ങിച്ചത്. അവർക്ക് കാർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വേറെയുള്ള ഐറ്റംസ് ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പെൻസിലും പേനയും റബ്ബറും കട്ടറൊക്കെ അച്ഛൻ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ വരുന്ന സമയത്ത് ഇഷ്ടപ്രകാരം അവർക്ക് പെൻസിലും പേനയും റബ്ബറും അതുപോലെ തന്നെ കട്ടറൊക്കെ പല മോഡൽ കട്ടറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു മക്കൾക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുട വാങ്ങിച്ചു. കുട അത്യാവശ്യമാണല്ലോ. അപ്പോൾ പിന്നെ ഒരു കുട വാങ്ങിച്ചു. പിന്നെ ബുക്കും വാങ്ങിച്ചു. ബുക്കിൻ്റെ എണ്ണൊന്നും തന്നിട്ടില്ല, എന്നാലും ഞാൻ ബുക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് വാങ്ങാൻ പോയി. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ വാങ്ങിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീൽ കോട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് എന്തോ അത് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞ് ലഞ്ച് ബോക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. താഴെ മോനാണ് ഞാൻ വാങ്ങിക്കണേ. മൂത്താൾക്ക് പിന്നെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ താഴെ ആൾക്കാണ് ഇല്ലാത്തത്. അപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വാങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റീലിൻ്റെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റീലിൻ്റെ എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത് ലഞ്ച് ബോക്സ് നോക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോകണിട്ട്. നല്ല എന്ത് ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പാത്രങ്ങൾ കണ്ടു. ശരിക്കും എനിക്കതൊക്കെ വാങ്ങാൻ തോന്നി. നമ്മൾ പിന്നെ ഒരു കടയിൽ കയറി നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ എന്തൊക്കെ വാങ്ങണ്ടേ, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു അറിയാത്തൊരവസ്ഥയുടെ സാധനങ്ങൾ കാണുമ്പോൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്, ഒരു സെക്ഷനിലേക്കാണ് ഞാൻ പോകുന്നത്. വള, മാല, കമ്മൽ. പക്ഷേ ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോകുന്നെന്നുള്ള. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ള അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബില്ലടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ നെറൂട്ടോൻ്റെ ബാഗ് തപ്പിയിട്ട് ഞങ്ങൾ ആശയിൽ കയറി. അവിടെ ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചി സ്റ്റോറിൽ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ബാഗിൻ്റെ ഒക്കെ ബാഗ് മാത്രമല്ല ചെരുപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി നെറൂട്ടോൻ്റെ ബാഗ് എടുക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും കിട്ടണം, എന്നാലേ ഞാൻ വാങ്ങിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കും നെറൂട്ടോൻ്റെ ബാഗ് കിട്ടി. അത് വാങ്ങിച്ചു. അവിടുന്ന് പിന്നെ ബാഗ് മാത്രം തന്നെ പർച്ചേസ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നട്ടുച്ചയായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ലൈമും കട്ട്ലൈറ്റും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, സീ യു.